എല്ലാ വിദ്യാർത്ഥികൾക്കും ക്രിസ്റ്റൽ എജു ഹബിന്റെ NMMS പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അത്. അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത്. അതിനെ കുറിച്ചുള്ള വീഡിയോ ആണത്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ നേരെ നമ്മുടെ വിഷയത്തിലോട്ട് കടക്കുവാൻ രേഖപ്പെടുത്തിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാൻ നമ്മുടെ കയ്യിൽ വേണ്ട സംഭവങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ഡോക്യുമെന്റ്സ് നമ്മുടെ കയ്യിൽ വേണ്ടതെന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് സാധുതമായുള്ള ഇമെയിൽ ഐ ഡി നമുക്ക് വേണം. അതുപോലെ തന്നെ മൊബൈൽ നമ്പർ. നമുക്കറിയാം നമ്മുടെ കയ്യിൽ ഇപ്പൊ abc@gmail.com എന്ന് പറയുന്ന നമ്മുടെ പേര് വെച്ചിട്ടുള്ള ഒരു ഇമെയിൽ ഐ ഡി നമുക്ക് ഉണ്ടാവും. ആ സാധുതമായിട്ടുള്ള ഒരു ഇമെയിൽ ഐ ഡി വേണം. അതായത് ഇപ്പൊ പ്രാബല്യത്തിലുള്ള ഒരു ഇമെയിൽ ഐ ഡി, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു ഇമെയിൽ ഐ ഡി, അതുപോലെ തന്നെ മൊബൈൽ നമ്പർ. ഈ രണ്ട് സംഭവങ്ങൾ ആദ്യം വേണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വരുമാന സർട്ടിഫിക്കറ്റ് ആണ്. ഇൻകം സർട്ടിഫിക്കറ്റ്. ഇൻകം സർട്ടിഫിക്കറ്റ് നിങ്ങൾ അടുത്തുള്ള വില്ലേജ് ഓഫീസിൽ പോയിട്ട് നിങ്ങൾ കളക്ട് ചെയ്യണം. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ SC ST എന്ന് പറയുന്ന ആ ഒരു കാസ്റ്റിൽപ്പെട്ട ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി, നിങ്ങൾ PWDയിൽ ഉൾപ്പെടുന്ന ആളാണെങ്കിൽ, എന്തെങ്കിലും ഡിസബിലിറ്റി ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ്, അതായത് ഡിസബിലിറ്റിയുടെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ എന്ത് വേണം? ഒരു ഫോട്ടോ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ നമ്മുടെ കയ്യിൽ വേണ്ടത്. എന്തൊക്കെയാണ്? ഒന്ന്, ഇമെയിൽ ഐ ഡി, മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ്, SC ST ആണെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ്, പിന്നെ ഒരു ഫോട്ടോ. അത് നിങ്ങൾ 6 മാസം, അതായത് 6 മാസത്തിനുള്ളിൽ എടുത്തിട്ടുള്ള ഒരു ഫോട്ടോ ആയിരിക്കണം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവേണ്ടത്. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് എന്നൊക്കെ ഉള്ളതിൽ നമ്മൾ ചെറിയൊരു ബ്രാക്കറ്റ് കണ്ടല്ലേ, അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വരുമാന സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് അതിന് ഫോട്ടോ എടുത്തിട്ട് അതിന് 100 KB മാറ്റണം. അപ്പൊ അതെങ്ങനെ മാറ്റാം എന്നൊക്കെ ഉള്ളത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് പിന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിക്കുക. നമുക്കത് റീസൈസ് ഓപ്ഷൻ ഒക്കെ ഗൂഗിളിൽ അല്ലെങ്കിൽ ആപ്സ് ഒക്കെ ഉണ്ട്, ആപ്പിലൊക്കെ ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സർട്ടിഫിക്കറ്റ് 100 KB മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ SC ST ആണെങ്കിലും PWD ആണെങ്കിലും ഒക്കെ ഡോക്യുമെന്റ്സ് 100 KB താഴെ അതിന്റെ എന്ത് വരണം, അത് 100 KB താഴെയുള്ള വലിപ്പത്തിൽ ആ ഒരു ലെവലിൽ നിങ്ങൾ അതിനെ റെഡ്യൂസ് ചെയ്യണം സൈസിനെ. ഓക്കെ, അതായത് അവസാനത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫോട്ടോയാണ്. ആ ഫോട്ടോ എന്ന് പറയുന്നത് നമ്മുടെ 6 മാസത്തിന് അകത്ത് നമ്മൾ എടുത്തിട്ടുള്ള ഫോട്ടോ ആയിരിക്കണം. പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയിരിക്കണം. അതുപോലെ തന്നെ ഇത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് 100 KB മുതൽ 30 KB വരെയുള്ള ഫയൽ ആയിരിക്കണം. അതായത് 20 KB-ക്കും 30 KB-ക്കും ഇടയിലുള്ളതായിരിക്കണം. 100 KB എന്ന് പറഞ്ഞത് ഏതൊക്കെയാണ്? വരുമാന സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ PWD സർട്ടിഫിക്കറ്റ്. ഇത്രയും കാര്യത്തിലാണ് 100 KB. പക്ഷെ നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ വേണ്ട ഫോട്ടോയുടെ വലിപ്പം എന്ന് പറയുന്നത് 20 KB-ക്കും 30 KB-ക്കും ഇടയിലായിരിക്കണം. അതുപോലെ തന്നെ JPG അല്ലെങ്കിൽ JPEG ഫോർമാറ്റിലുള്ള ഒരു ഫയലായിട്ടായിരിക്കണം നിങ്ങൾ അതിനെ അപ്ലോഡ് ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇത് നോക്കിയ വെബ്സൈറ്റ് അഡ്രസ് ആണ്. ഞാൻ ഇതിന്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലത്തെ ഒരു പോർട്ടലിലോട്ട് നിങ്ങൾ വരും. ഈ പോർട്ടൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ നമ്മൾ ന്യൂ കാൻഡിഡേറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കണ്ടിട്ടുള്ള ഈ ന്യൂ കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കണ്ടില്ലേ? ഈ ന്യൂ കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നേരെ ഇതുപോലത്തെ ഒരു ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു വിൻഡോ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും. അവിടെ നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ ഐ ഡി, മൊബൈൽ നമ്പർ. ആ മൊബൈൽ നമ്പർ ഒന്നും കൂടെ കൺഫേം ചെയ്തിട്ട് താഴെ ആ സെയിം മൊബൈൽ നമ്പർ തന്നെ താഴെ എഴുതുക, എന്നിട്ട് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിലേക്ക് ഒരു എന്താ പറയുക, ഒരു പാസ്വേഡും അതുപോലെ തന്നെ നിങ്ങളുടെ യൂസർ നെയിമും നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് നിങ്ങൾ ഇവിടെ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പർ ഏതാണോ ആ മൊബൈൽ നമ്പറിലേക്ക് OTP-യും പാസ്വേഡും അതുപോലെ തന്നെ യൂസർ നെയിമും അത് വരും. ആ യൂസർ നെയിമും പാസ്വേഡും നിങ്ങൾ ഈ ഒരു 2 കോളത്തിൽ, അതായത് മേലെ നമ്മൾ കണ്ടിട്ടുള്ള യൂസർ നെയിം എന്നുള്ളിടത്ത് യൂസർ നെയിമും നിങ്ങളുടെ ഫോണിലോട്ട് വന്നിട്ടുള്ള പാസ്വേഡ് ഈ പാസ്വേഡിലും അടിച്ചതിന് ശേഷം ഈ ക്യാപ്ചയും കൂടെ ടൈപ്പ് ചെയ്തതിനു ശേഷം നിങ്ങൾ ലോഗിൻ കൊടുക്കുക. ഈ ലോഗിൻ കൊടുക്കുന്ന സമയത്ത് നെക്സ്റ്റ് നിങ്ങൾ വരാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു വിൻഡോയിലേക്കാണ്. ഈ വിൻഡോയിൽ നിങ്ങൾ നിങ്ങളുടെ ഫോണിലേക്ക് വന്നിട്ടുള്ള പാസ്വേഡ് എക്സിസ്റ്റിംഗ് പാസ്വേഡിൽ കൊടുക്കുകയും പുതിയതായിട്ട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പോകുന്ന പുതിയൊരു പാസ്വേഡ് നിങ്ങൾ സെറ്റ് ചെയ്യുകയും വേണം. ആ പാസ്വേഡ് ന്യൂ പാസ്വേഡ് എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾ പുതിയതായിട്ട് സെറ്റ് ചെയ്യുന്ന ആ പാസ്വേഡ് ന്യൂ പാസ്വേഡിനകത്തും ആ പാസ്വേഡിനെ കൺഫേം ചെയ്തിട്ട് കൺഫേം ന്യൂ പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട് താഴെയും കൊടുക്കുക. എന്നിട്ട് ചേഞ്ച് എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഇതുപോലെ ഒരു ഫോമിലോട്ട് നിങ്ങൾ വരും.
ഇതുപോലെയുള്ള ഫോമിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് താഴെ അപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഈ റൗണ്ട് ഇട്ട ഈ റെഡ് ഒരു ഇത് കണ്ടില്ലേ, അതിനകത്ത് അപ്ലിക്കേഷൻ കണ്ടില്ലേ, ആ അപ്ലിക്കേഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലത്തെ ഒരു വിൻഡോയിലോട്ട് നിങ്ങൾ കടന്നു വരുന്നതാണ്. നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടത് 5 സ്റ്റെപ്പാണ്. ഈ 5 സ്റ്റെപ്പ് കവർ ചെയ്യലോട് കൂടി നമ്മൾ NMMS അപ്ലൈ ചെയ്യുക എന്നുള്ള പ്രോസസ്സ് നമ്മുടെ കഴിഞ്ഞു. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കാൻഡിഡേറ്റ്സിന്റെ, നമ്മുടെ സ്റ്റുഡൻസിന്റെ, നമ്മുടെ കുട്ടികളുടെ ബേസിക് ഡീറ്റെയിൽസ് ആണ്. അതിൽ അപ്ലിക്കേഷൻ നമ്പർ വരും, നെയിം, നമ്മുടെ പേര് വരും, നമ്മുടെ ഏതാണ് നമ്മുടെ ഇമെയിൽ ഐഡി, ആ ഇമെയിൽ ഐഡി വരും, മൊബൈൽ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ ജെൻഡർ, അഡ്രസ്, ഡിസ്ട്രിക്ട്, നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുക. സ്റ്റെപ്പ് 1 അതാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്ലോഡ് യുവർ ഫോട്ടോയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ഫോട്ടോ എന്ന് പറയുന്നത് 20 KB-ക്കും 30 KB-ക്കും ഇടയിലായിരിക്കണം. അതുപോലെ തന്നെ അതിന്റെ വിഡ്ത്തും ഹൈറ്റും എന്ന് പറയുന്നത് 150x200 എന്ന് പറയുന്ന ലെവലിലായിരിക്കണം ഡയമെൻഷൻ. ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നതാണ്. നിങ്ങൾക്ക് എന്നോട് നമ്മുടെ ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ JPG, JPEG ഫോർമാറ്റിലായിരിക്കണം. നോട്ട് എന്ന് പറയുന്നിട്ട് മേലെ കണ്ടില്ലേ, അതിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ഫോർമാറ്റിലായിരിക്കണം നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്ലോഡ് ചെയ്ത ഫോട്ടോ ഇതുപോലെ വരും. എന്നിട്ട് വീണ്ടും സേവ് പ്രൊസീഡ്, ഇവിടെയൊക്കെ സേവ് പ്രൊസീഡ് എന്നുണ്ടാവും കേട്ടോ. ഈ ഫസ്റ്റത്തെ സ്റ്റെപ്പ് കഴിഞ്ഞാൽ ഇവിടെ താഴെ സേവ് പ്രൊസീഡ് ഉണ്ടാവും. അത് കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞ് അപ്ലോഡ് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും സേവ് പ്രൊസീഡ് എന്നുണ്ടാവും. നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഫോട്ടോക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് അവിടെ കാണിക്കും. അതായത് ഫോട്ടോ ശരിയല്ല, അതിന്റെ സൈസിൽ ഡിഫറൻസ് ഉണ്ട്, അത് ശരിയാക്കാൻ പറഞ്ഞിട്ടൊരു ഡിസ്ക്ലൈമർ നിങ്ങൾ കാണിക്കും. അത് ശരിയാവുന്നത് വരെ നിങ്ങൾ അതിൽ അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്തതിനു ശേഷം സേവ് പ്രൊസീഡ് കൊടുക്കുക. സേവ് പ്രൊസീഡ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് വരും. ഈ മൂന്നാമത്തെ സ്റ്റെപ്പിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ കാൻഡിഡേറ്റിന്റെ, നമ്മുടെ സ്റ്റുഡന്റിന്റെ ഫാമിലി ഡീറ്റെയിൽസ് ആണ്. അതായത് അച്ഛന്റെ അമ്മയുടെ ഒക്കെ പേരാണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്. അതിൽ ഫാദേഴ്സ് നെയിം ഉള്ളിടത്ത് അച്ഛന്റെ പേര് കൊടുക്കുക, ഫാദേഴ്സ് ഒക്യുപ്പേഷൻ, എന്താണ് ഒക്യുപ്പേഷൻ എന്നുള്ളത് അത് കൊടുക്കുക, മദറിന്റെ പേര് കൊടുക്കുക, മദറിന്റെ ഒക്യുപ്പേഷൻ കൊടുക്കുക, ഗാർഡിയൻ ആണ്, ഗാർഡിയൻ ആരാണെന്നുള്ള രൂപത്തിൽ ഫാദർ ആണ് മദർ ആണെന്നുള്ള രൂപത്തിൽ ഫാദർ കൊടുക്കുക, ആനുവൽ ഇൻകം എത്രയാണെന്നുള്ളത് അവിടെ അഡ്രസ് ചെയ്യുക. എന്നിട്ട് ഇൻകം സർട്ടിഫിക്കറ്റ്, നിങ്ങൾ താഴെ കാണുന്ന അപ്ലോഡ് ഇൻകം സർട്ടിഫിക്കറ്റ് എന്നുള്ളിടത്ത് നിങ്ങളുടെ ഇൻകം സർട്ടിഫിക്കറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ ഇൻസേർട്ട് ചെയ്യണം. മനസ്സിലായല്ലോ? ഓക്കെ, ഇൻസേർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് താഴെ നിങ്ങൾക്ക്, നിങ്ങൾ SC/ST അതിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അതിന്റെ താഴെയായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം വീണ്ടും സേവ് പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നാലാമത്തെ സ്റ്റെപ്പിലേക്ക് എത്തും. ആ നാലാമത്തെ സ്റ്റെപ്പിൽ നിങ്ങൾ 7th സ്റ്റാൻഡേർഡ് ഏത് സ്കൂളിലാണോ പഠിച്ചത് ആ സ്കൂളിന്റെ ഡിസ്ട്രിക്റ്റ്, അത് ഏത് ഡിസ്ട്രിക്റ്റിലാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ ഡിസ്ട്രിക്റ്റ്, അതുപോലെ തന്നെ നിങ്ങൾ ഏത് സ്കൂളിലാണോ 7th പാസ്സായി വന്നിട്ടുള്ളത് ആ സ്കൂളിന്റെ ഡീറ്റെയിൽസ് അതവിടെ നിങ്ങൾക്ക് ഓൾറെഡി വരും. നിങ്ങൾ മലപ്പുറം എന്ന് കൊടുക്കുകയാണെങ്കിൽ മലപ്പുറത്തുള്ള എല്ലാ സ്കൂളുകളുടെയും പേര് അവിടെ വരും. അതിൽ നിന്ന് നിങ്ങളുടെ സ്കൂളിന്റെ പേര് സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ 7ാം ക്ലാസ്സിലെ മാർക്കിന്റെ പെർസെന്റേജ് അവിടെ കൊടുക്കുക. നമുക്കറിയാം സാധാരണ ഒരു ലെവലിലുള്ള, അതായത് OBC ആണെങ്കിലും ജനറൽ ആണെങ്കിലും ഒക്കെ ഉള്ള ആൾക്കാർക്ക് 55% 55% അല്ലെങ്കിൽ അതിന് മുകളിലോ നമുക്ക് മാർക്ക് പെർസെന്റേജ് വേണം. അപ്പൊ അതിന്റെ ഒരു ഡീറ്റെയിൽ, നിങ്ങൾ എത്ര പെർസെന്റേജ് ആണോ മാർക്ക് ഉള്ളത് എന്നുള്ളത് അവിടെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യുക, ഇപ്പൊ നിങ്ങൾ ഏത് സ്കൂളിലാണോ ഉള്ളത് ആ സ്കൂളിലെ ഡീറ്റെയിൽസ്, ആ സെയിം സ്കൂൾ ആണെങ്കിൽ ആ സെയിം സ്കൂൾ തന്നെ താഴെ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ചെയ്യുക. അതായത് ഏത് സ്കൂളാണ് പഠിക്കുന്നത് ആ സ്കൂളിലെ ഇപ്പൊ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന 8ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്കൂളിന്റെ പേരും, അതുപോലെ തന്നെ എയ്ഡഡ് ആണോ അല്ലെങ്കിൽ ഗവൺമെന്റ് ആണോ, എങ്ങനെയാണ് അതിന്റെ സംഭവം എന്നുള്ളത് അത് അവിടെ ആഡ് ചെയ്യാം. അഡ്മിഷൻ നമ്പർ, നിങ്ങളുടെ അഡ്മിഷൻ നമ്പർ നിങ്ങൾ സ്കൂളിൽ നിങ്ങൾ ക്ലാസ് ടീച്ചറോട് ചോദിച്ചാൽ കിട്ടും. അപ്പൊ അവിടെ അഡ്മിഷൻ നമ്പർ ക്ലിക്ക് ചെയ്തതിനു ശേഷം മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞ ഏറ്റവും താഴെ കണ്ടില്ലേ, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ നമുക്ക് മലയാളം, അതുപോലെ തന്നെ ഇംഗ്ലീഷ്, തമിഴ്, കന്നഡ എല്ലാ ലാംഗ്വേജുകളും വരും. ആ ലാംഗ്വേജിൽ നിന്ന് നിങ്ങൾ മലയാളത്തിലാണ് എക്സാം എഴുതുന്നുണ്ടെങ്കിൽ മലയാളം സെലക്ട് ചെയ്യുകയും ഇംഗ്ലീഷിലാണ് എക്സാം അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ തന്നെ സെലക്ട് ചെയ്യുകയും ചെയ്തതിനു ശേഷം വീണ്ടും സേവ് പ്രൊസീഡ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ സ്റ്റെപ്പ് 5 എത്തും. ഈ സ്റ്റെപ്പ് 5 എത്തുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ, നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പ്രിവ്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അവിടെ. ആ പ്രിവ്യൂ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വീണ്ടും നിങ്ങളുടെ പഴയ സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3, സ്റ്റെപ്പ് 4 നിങ്ങൾ എത്തും. എത്തുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, എന്തെങ്കിലും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടിയാണത്. കാരണം ഇത് കൺഫേം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്നും മാറ്റാൻ പറ്റില്ല. അപ്പൊ ഒന്നും കൂടെ പ്രിവ്യൂ ചെയ്തതിന് ശേഷം നിങ്ങൾ വീണ്ടും ഈ 4ാമത്തെ പേജിലോട്ട് നിങ്ങൾ വീണ്ടും എത്തും. നിങ്ങൾ ഇങ്ങനെ പോയി 1, 2, 3, 4 കഴിയുന്ന സമയത്ത് ആ 4ന് താഴെയായിട്ട് ഇതുപോലെ
നമ്മുടെ പേര് കൊടുത്തിട്ട് ഇന്ന ആൾ ഗാർഡിയൻ ഓഫ് മാസ്റ്റർ ഡാഷ്, അതായത് നമ്മുടെ അച്ഛന്റെ പേര് കൊടുക്കും. ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ഡീറ്റെയിൽസ് furnished above are correct and true to the best of my knowledge and belief. I have read them carefully and verified എന്ന് കൊടുത്തതിന് ശേഷം കൺഫേം സബ്മിറ്റ് കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, അത് സബ്മിറ്റ് ചെയ്യുക. ഇതോടുകൂടി നമ്മുടെ ഓൺലൈൻ വഴിയുള്ള ആപ്ലിക്കേഷൻ നമുക്കവിടെ കൺഫേം ആയി കഴിയും. അതിനുശേഷം ഇത് കൺഫേം ആയി കഴിഞ്ഞാൽ മേലെയായിട്ട് ഇതിന്റെ പ്രിന്റ് ഔട്ടിനുള്ള ഓപ്ഷൻ വരും. ഇത് സേവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിന്റ് ഔട്ട് എടുക്കാനുള്ള ഓപ്ഷൻ വരും. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രിന്റ് ഔട്ട് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് അതിന്റെ ആ പ്രിന്റ് ഔട്ട് എടുത്ത പേജും അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റും നിങ്ങൾ SC/ST ആണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റും കൊണ്ട് നിങ്ങളുടെ സ്കൂളിൽ പോയി നിങ്ങളുടെ സ്കൂളിലെ പ്രധാന അധ്യാപകന്റെ അടുത്ത് നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ്. ഓക്കെ ആണല്ലോ. ഇതാണ് ഓൺലൈൻ വഴി NMMS അപ്ലൈ ചെയ്യേണ്ട രീതി. അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് തന്നെ കേൾക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ബാക്ക് അടിച്ച് കേൾക്കുക. നമ്മൾ ലാഗ് അടുപ്പിച്ചിട്ടില്ല, പെട്ടെന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കാം നിങ്ങൾക്ക്. അതുപോലെ തന്നെ ഇതിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിപ്പീറ്റ് അടിച്ച് കാണാമല്ലോ. അപ്പൊ അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഡേറ്റ് ആയതിനു ശേഷം 23-ാം തീയതി ആണ് നമ്മുടെ ഡേറ്റ്. അതിന് ശേഷമുള്ള ദിവസങ്ങളിലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. അപ്പൊ ബാക്കി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് അറിയിക്കുന്നതാണ്. നിങ്ങൾ ഇപ്പോ അതിൽ ക്ലിക്ക് ചെയ്താൽ, ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ആ ഒരു ഓപ്ഷൻസ് ഒന്നും വരില്ല. അത് ഡേറ്റ് വന്നതിന് ശേഷം മാത്രമേ ന്യൂ കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഒക്കെ വരുള്ളൂ. അപ്പോൾ ഡേറ്റ് ആയതിനു ശേഷം നമ്മൾ ഗ്രൂപ്പിൽ അത് അറിയിക്കും. അറിയിച്ചതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക, മെസ്സേജ് അയക്കുക, ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഞങ്ങളുടെ ക്രാഷ് കോഴ്സിന്റെ കാര്യം ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്രാഷ് കോഴ്സിന്റെ കാര്യം എല്ലാവരും ഒന്ന് എന്താ പറയാ, ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ക്രാഷ് കോഴ്സ് നമുക്ക് കൃത്യമായിട്ട് തന്നെ അതിന്റെ കാര്യങ്ങളുടെ മുമ്പോട്ട് പോകണം. അപ്പൊ എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റു സ്റ്റുഡൻസിലേക്കൊക്കെ എന്ത് ചെയ്യുക, എത്തിക്കുക. അപ്പോ ഇത്രേ പറയാനുള്ളൂ. ബാക്കി ഒന്നുമില്ല. ഓക്കെ. അപ്പോ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അതനുസരിച്ച് തന്നെ ചെയ്യുക. ഓക്കെ. താങ്ക് യു.